പിണറായി 3.0 നടപ്പിലാക്കാൻ വേണ്ടി കാശ് വാങ്ങി കൊട്ടേഷൻ എടുത്തിട്ട് ജനങ്ങൾ 3.0 ആക്കി മാറ്റിയ മാധ്യമപ്രവർത്തകരുടെ കുത്തിത്തിരിപ്പ് വേറെ. ഒറ്റപ്പെടുത്താൻ നോക്കി, കൂട്ടം ചേർന്ന് വേട്ടയാടി ഇല്ലാതാക്കാൻ നോക്കി. രാഷ്ട്രീയമായി ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന ശത്രുക്കൾ വിധിയെഴുതി. പക്ഷെ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അവരുടെ ഈ കൂരമ്പുകൾ, അവരുടെ ഈ അവഹേളനങ്ങൾ, അവരുടെ ഈ വിധിയെഴുത്തുകളൊക്കെ ഏറ്റുവാങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുറിവേറ്റ സിംഹമായിരുന്നു എന്ന. കേരള രാഷ്ട്രീയത്തിൽ സമീപത്ത് നമ്മൾ കണ്ട ഏറ്റവും ക്രൂരവും ആസൂത്രിതവുമായ ഒരു വേട്ടയാടലിന്റെ അധ്യായങ്ങൾക്കാണ് ഇപ്പോൾ ക്ലൈമാക്സ് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി ഒരാളെ നേരിടാൻ കെൽപ്പില്ലാതാകുമ്പോൾ, ആശയപരമായി സംവാദങ്ങളിൽ തോറ്റു തൊപ്പിപ്പാളയാകുമ്പോൾ അധികാരം കൈയാളുന്നവർ പ്രയോഗിക്കുന്ന അവസാനത്തെ ഒരു ആയുധമുണ്ട്: അപകീർത്തിപ്പെടുത്തുക, കള്ളക്കേസുകളിൽ കൊടുക്കുക, വ്യക്തിഹത്യ നടത്തി പൊതുസമൂഹത്തിന് മുന്നിൽ മാനസികമായി തകർക്കുക. കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ നടന്നതും മറ്റൊന്നുമായിരുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി കെട്ടിച്ചമച്ച ആരോപണങ്ങൾ, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയിട്ടുള്ള അന്തിച്ചർച്ചകൾ, പോലീസ് ആസ്ഥാനങ്ങളിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ തിരക്കഥകൾ. ശത്രുക്കൾ ഒരു നിമിഷം ആശ്വസിച്ചു കാണും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അധ്യായം അതോടെ അവസാനിച്ചുവെന്ന് അവർ വിധി എഴുതി കാണും. രാഷ്ട്രീയമായി ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പിച്ചും കാണും. എന്നാൽ ചരിത്രം എപ്പോഴും തിരുത്തി എഴുതാനുള്ളതാണ്. തളർത്താൻ നോക്കിയവർക്കും വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കും മുന്നിലേക്ക് പോരാട്ട വീര്യത്തിന്റെ നെഞ്ചുറപ്പുള്ള പ്രതീകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി തിരിച്ചു വരികയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പട്ടാഭിഷേകത്തിന്റെ തുടക്കമാണ്. ഈ വേട്ടയാടലുകളുടെ ആഴം മനസ്സിലാകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം. പീഡന പരാതികൾ നൽകി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി, ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നേക്കുമായി അകത്താക്കുമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ മോഹം. എന്നാൽ സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെയാണ്. അതിനെ അധികകാലം മൂടിവെക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഇന്ന് ജനകീയ കോടതിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലും ആ കള്ളക്കഥകൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി ഈ പീഡന പരാതികളൊന്നും ഇനി നിലനിൽക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു, സുവ്യക്തമായി കഴിഞ്ഞു. ഇവിടെയാണ് നാം ലജ്ജയോടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്. ഒരു പരാതിക്കാരനെ പോലും അല്ലെങ്കിൽ ഒരു പരാതിക്കാരിയെ പോലും കൃത്യമായി കണ്ടെത്താനാകാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനുകൾ തോറും നെട്ടോട്ടമോടിയ പോലീസിന്റെ നാണം കെട്ട കളി നാം കണ്ടതാണ്. പോലീസിനെ കൊണ്ട് ഇത്തരം ഒരു തെറ്റായ തീരുമാനമെടുപ്പിക്കാൻ, നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് എന്ന് ഇനിയും വിവരങ്ങൾ പുറത്തു വരണം. ആഭ്യന്തര വകുപ്പിന്റെ കസേരയിലിരുന്ന് അണിയറയിൽ ഈ നാടകം കളിച്ച രാഷ്ട്രീയ യജമാനന്മാർ ആരാണ് എന്ന് കേരളത്തിന്റെ കൊച്ചുകുട്ടികൾ വരെ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം എന്തെന്നാൽ, ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചോ പോലീസിന്റെ നാണം കെട്ട പിന്മാറ്റത്തെക്കുറിച്ചോ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യില്ല. ഭരണകൂടത്തിന്റെ കണ്ണുരുട്ടലുകൾക്ക് മുന്നിൽ തങ്ങളുടെ നട്ടെല്ല് പണയം വെച്ച മാധ്യമങ്ങൾ ഇന്ന് കനത്ത നിശബ്ദതയിലാണ്. ഭയം അവരെ അത്രമേൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത സാധാരണക്കാരായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ വേട്ടയാടലുകൾക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി പോയനെ. ഒരിക്കലും പൊതുവേദികളിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം മാനസികമായി തകർന്ന് പരികൽപ്പിക്കപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞു പോരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യസ്തനാകുന്നത് ഇവിടെയാണ്. വേട്ടക്കാരന്റെ എത്ര ശക്തനാണെങ്കിലും ഇരയാക്കപ്പെടുന്നവന് നെഞ്ചുറപ്പുണ്ടെങ്കിൽ കളി മാറുമെന്ന് രാഹുൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് അദ്ദേഹം ഈ പ്രതിസന്ധികളിൽ നിന്നും കുതിച്ചുയരുന്നത്. വേട്ടയാടലുകൾ കൊണ്ടോ സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ ജയിലറകൾ കൊണ്ടോ രാഹുലിന്റെ നാവടക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിലെ മൂർച്ചയുള്ള വാക്കുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ മൂർച്ചയേറിയ പോസ്റ്റുകളിലേക്ക് രാഹുൽ മാറിയപ്പോ ഭരണകൂടത്തിന് അതൊരു പുതിയ തലവേദനയായി മാറി. ഇന്ന് ഒരു ഔദ്യോഗിക പദവികളുടെയും പിൻബലമില്ലാതെ വെറും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് മാത്രം കേരളത്തിലെ ഭരണകൂടത്തെ വിറപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ ED റെയ്ഡുകൾ വരുമ്പോ പിണറായി സർക്കാരും CPM നേതാക്കളും കാട്ടിക്കൂട്ടുന്ന ഇരട്ടത്താപ്പുകളെ രാഹുൽ നിരന്തരം തുറന്നു കാട്ടുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം വെല്ലുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലെ SFIക്കാരുടെ ബ്ലേഡ് നാടകം. സമരത്തിനിടയിൽ പോലീസുകാർ ബ്ലേഡ് ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചു എന്നതായിരുന്നു SFI ഉയർത്തിയ വലിയ ആരോപണം. അവരുടെ നേതാക്കന്മാർ അത് എടുത്ത് മുന്നിൽ വെക്കുകയും ചെയ്തു, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പുകയും ചെയ്തു. മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള നേതാക്കളെ വരെ ഈ കള്ളം ഏറ്റുപിടിച്ച്
സഹതാപം പിടിച്ചുപറ്റാൻ നോക്കുകയും ചെയ്തു. ഇവിടെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ബുദ്ധിയും പരിഹാസവും നമ്മൾ കണ്ടത്. ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് ആ വ്യാജ പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു. ഷർട്ട് കീറാതെ ഷർട്ടിനുള്ളിലെ ശരീരത്തിൽ മാത്രം മുറിവുണ്ടാക്കുന്ന ആ പ്രത്യേകതരം ബ്ലേഡിനെ പറ്റി പോലീസ് അന്വേഷിക്കണം എന്നതായിരുന്നു രാഹുലിന്റെ പരിഹാസം നിറഞ്ഞ ആ കുറിപ്പ്. ആ പരിഹാസം ചെന്ന് തറച്ചത് പ്രതിപക്ഷത്തിന്റെ നെഞ്ചിലാണ്. ഒടുവിൽ സംഭവിച്ചതോ ആ ബ്ലേഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് SFIയുടെ ഒരു പ്രധാന നേതാവ് തന്നെയാണ് അതിന്റെ കാരണക്കാരനെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെ സോഷ്യൽ മീഡിയയിൽ പലരും പരിഹസിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പോസ്റ്റിൽ എഴുതിയതുപോലെ അതോടെ അതും ഉദാഹവ ആയി മാറി. CPM-നും പ്രതിപക്ഷത്തിനും കനത്ത രാഷ്ട്രീയ പ്രഹരമേൽപ്പിക്കുന്നതാണ് രാഹുലിന്റെ ഓരോ ഇടപെടലുകളും. ഈ അതിശക്തമായ തിരിച്ചുവരവിൽ CPM-നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കടുത്ത ഭയമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് കോൺഗ്രസിലെ ഏറ്റവും സ്വാധീനമുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത ശക്തമായ മുഖമായി ജനമനസ്സുകളിൽ വളരുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പഴയതുപോലെ കല്ലുവച്ച നുണകൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് നന്നായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സൈബറിടങ്ങളിൽ വീണ്ടും കോടികൾ ഒഴുക്കി വ്യാജ ഐഡികളിലൂടെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുമായി അവർ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുന്നത്. രാഹുലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മുന്നിൽ പോലും പ്രതിരോധത്തിലാകുന്ന, മറുപടിയില്ലാത്ത, വിയർക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് CPM-നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വീണ്ടും പൂട്ടാൻ പുതിയ കെണികളും വിവാദങ്ങളും അണിയറയിൽ വീണ്ടും കോപ്പ് കൂട്ടുകയാണ് നിലവിലെ അവരുടെ സംവിധാനങ്ങൾ, സൈബറിടങ്ങൾ, സൈബർ കമ്മികൾ. എന്നാൽ സിംഹത്തെ കൂട്ടിലടയ്ക്കാൻ നോക്കുന്നവർ ഒന്ന് മാത്രം ഓർക്കുക, കൂടിന്റെ കമ്പികൾക്ക് അതിന്റെ വേഗത തടയാൻ കഴിഞ്ഞേക്കും, പക്ഷെ അതിന്റെ വീര്യത്തെ തളർത്താൻ കഴിയില്ല. തളർത്താൻ നോക്കിയവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ജനമനസ്സുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് എത്രമാത്രം ആഴത്തിലാണ് പതിഞ്ഞിട്ടുള്ളത് എന്ന്. അധികാരം കൊണ്ടോ അടിച്ചമർത്തുകൾ കൊണ്ടോ ജനങ്ങളുടെ മനസ്സിലെ ആ സ്നേഹത്തെ തുടച്ചു മാറ്റാൻ കഴിയില്ല. വേട്ടയാടപ്പെട്ട ഓരോ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കൂടുതൽ ശക്തനാവുകയായിരുന്നു. ജനങ്ങൾ അവനെ ശക്തനാക്കുകയായിരുന്നു. ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അനീതിക്കെതിരെ ഭയമില്ലാതെ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ അവർക്ക് ആവശ്യമുണ്ട് എന്ന്. തളർത്താൻ നോക്കിയവർക്ക് മുന്നിലേക്ക് മാറ്റത്തിന്റെ പുതിയ പ്രകാശവുമായി കോൺഗ്രസിലെ വരും കാലത്തെ ഏറ്റവും ശക്തനായ വിട്ടുവീഴ്ചയില്ലാത്ത മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരിക തന്നെ ചെയ്യും. അടിച്ചമർത്താൻ നോക്കിയ അന്നത്തെ ഭരണകൂടത്തിന്റെ കർണത്തടിക്കുന്ന, ഇന്നത്തെ CPM-ന്റെ കർണത്തടിക്കുന്ന ജനകീയ മുന്നേറ്റമായി ഈ തിരിച്ചുവരവ് മാറും. അതെ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോരാളിയുടെ പ്രൗഢഗംഭീരമായ പട്ടാഭിഷേകത്തിന്റെ സമയമാണ്. ആർക്കും തടയാനാകാത്ത പുതുപ്പിന്റെ സമയം. CPM-കാരൻ കൈ കാണിച്ചിട്ട് കേരളം നിർത്താതെ പോയതിന് പാവപ്പെട്ട KSRTCയുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? Different angles. Don't forget to subscribe and support this channel.